Hello everyone. So in this session we are going to see certain basic concepts of differentiation. Okay. അപ്പോൾ ഡെറിവേറ്റീവ് അത് കാണാനുള്ള ഫോർമുലാസ് ഒക്കെ നമ്മൾ +2 പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് നമ്മളൊന്ന് റീവൈൻഡ് ചെയ്യുന്നത് മാത്രമാണ് ഈ സെഷനിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ആദ്യം തന്നെ കുറേ ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് എഴുതുന്നതിന് ഉപരിയായിട്ട് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ള ഫങ്ഷൻസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ സെർട്ടൺ സ്റ്റാൻഡേർഡ് ഫങ്ഷൻസ് സ്റ്റാൻഡേർഡ് ഫങ്ഷൻസ് ആണ് അത് നമ്മൾ കുറച്ച് പറയാം. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതാണ്, എഫ് ഓഫ് എക്സ്. യൂഷ്വലി വി ഡിനോട്ട് എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. വൈ ഈസ് ഈക്വൽ ടു എക്സ്, അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. നമ്മൾ സാധാരണ കാണാറുള്ള ഫംഗ്ഷനാണ്. ഇതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതായിരിക്കും, വൈ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഗ്രാഫ്. ഓക്കെ. അടുത്ത ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. ഇതെല്ലാം ഗ്രാഫുകളൊക്കെ ഓർത്തിരിക്കണം, കാരണം പിന്നീട് നമുക്കിത് ആവശ്യമായിട്ട് വരുന്നതാണ്. ഇതാണ് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് എന്ന് പറയാം. ഓക്കെ. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന വേറെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ ടു ദി പവർ എക്സ്. അപ്പോൾ ഇ ടു ദി പവർ എക്സിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. ഓക്കെ. ഇത് അപ് ടു ഇൻഫിനിറ്റി, ഇതിങ്ങനെ ഇൻഫിനിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഇ ടു ദി പവർ എക്സിൻ്റെ ഗ്രാഫ്. ദെൻ ലോഗരിതമിക് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് അല്ലെങ്കിൽ എൽ എൻ ഓഫ് എക്സ്. എൽ എൻ ഓഫ് എക്സ് എന്ന് വെച്ചാൽ ലോഗ് എക്സ് തന്നെയാണ്. ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇ ആണ്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്. അപ്പോൾ ഇത് രണ്ട് ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആണ്, ഇ ടു ദി പവർ എക്സും ലോഗരിതം ഫംഗ്ഷൻ. ഇതിൻ്റെ ഗ്രാഫ് ഇരിക്കുന്ന ഇങ്ങനെയാണ്. ലോഗ് ഫംഗ്ഷൻ പോസിറ്റീവ് വാല്യൂസിന് മാത്രമാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് ഇതാ ഇങ്ങനെ ഇരിക്കും. ഓക്കെ. ഇതാണ് ലോഗരിതമിക് ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുക. ദെൻ പിന്നെ നമുക്ക് കാണാനുള്ളത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ സൈൻ എക്സ് വരും, കോസ് എക്സ്, then tan x, then cosecant of x, then secant of x, then cotangent of x. ഓക്കെ. ഈ 6 ഫംഗ്ഷൻസ് ആണ് നമ്മൾ യൂഷ്വലി ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് പറയാം. ഇപ്പോൾ എല്ലാത്തിൻ്റെയും ഗ്രാഫ് ഞാൻ വരയ്ക്കുന്നില്ല, ഞാനൊരു പ്രധാനപ്പെട്ട 2-3 മാത്രം വരയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് സൈൻ എക്സിൻ്റെ ഗ്രാഫ്. സൈൻ എക്സ് എന്ന് പറയുന്ന ഒരു പീരിയോഡിക് ഫംഗ്ഷനാണ്. നമുക്കറിയാം അതിൻ്റെ ഗ്രാഫ് ഇതാ ഇങ്ങനെ ആയിരിക്കും. ഇതാണ് സൈൻ എക്സിൻ്റെ ഗ്രാഫ്. ഓക്കെ. ഇതാണ് ഗ്രാഫ് ഓഫ് സൈൻ എക്സ് എന്ന് പറയാം. അടുത്തത് കൊസൈൻ എക്സിൻ്റെ ഗ്രാഫാണ്. കൊസൈൻ എക്സിൻ്റെ ഗ്രാഫും സൈൻ എക്സ് പോലെ തന്നെ ഇരിക്കും. ചെറിയ വ്യത്യാസം, 0-ൽ ഇത് 1-ലാണ് സ്റ്റാർട്ട് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പോവുക. ഓക്കെ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് കോസ് എക്സിൻ്റെ ഗ്രാഫ്. അടുത്തത് ടാൻ എക്സിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ -π/2 മുതൽ π/2 വരെ ഇതിങ്ങനെ ഒരു ലൈൻ കിട്ടും ഇങ്ങനെ. ഓക്കെ. വീണ്ടും ഇതുപോലെയുള്ള ലൈൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, റൈറ്റ് സൈഡിലേക്കും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്കും. ഓക്കെ. ഇത് -π/2 to π/2 ആണ്. ഇതാണ് ടാൻ എക്സിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ ഫംഗ്ഷൻസ് ആണ് സൈൻ എക്സിൻ്റെ റെസിപ്രോക്കൽ ഫംഗ്ഷനാണ് കൊസീക് എക്സ്, കോസ് എക്സിൻ്റെ റെസിപ്രോക്കൽ ഫംഗ്ഷനാണ് സീക് എക്സ്, ടാൻ എക്സിൻ്റെ റെസിപ്രോക്കൽ ഫംഗ്ഷനാണ് കോടാൻജന്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാക്കി വരുന്ന ഈ 3 റെസിപ്രോക്കൽ ഫംഗ്ഷൻ കൊസീക്കൻറ്റ് ഓഫ് എക്സ്, സീക്കൻറ്റ് ഓഫ് എക്സ് ആൻഡ് കോടാൻജന്റ് ഓഫ് എക്സ്, ഇതിൻ്റെ 3ൻ്റെ ഗ്രാഫ് പഴയ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തൊന്ന് നോക്കിയിരിക്കുന്നതാണ്. എനിവേ ഇത് 3 നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക, സൈൻ എക്സ്, കോസിക് ആൻഡ് ടാൻജന്റ് ഓഫ് എക്സ്. ഓക്കെ. അടുത്ത് ഒരു സെറ്റ് ഓഫ് ഫംഗ്ഷൻസും കൂടിയുണ്ട്, 6th വൺ. അത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വീണ്ടും 6 ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഉണ്ട്. സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്, അതുപോലെ കൊസൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്, അതുപോലെ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്, അതുപോലെ ബാക്കി 3 കൂടിയുണ്ട്, കൊസീക് ഇൻവേഴ്സ് ഓഫ് എക്സ്, സീക്കൻറ്റ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആൻഡ് കോടാൻജന്റ് ഇൻവേഴ്സ് ഓഫ് എക്സ്. ഇങ്ങനെ 6 ഫംഗ്ഷൻസ് ആണുള്ളത്. ഓക്കെ. അതിനകത്ത് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെയും ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെയും മാത്രം ഗ്രാഫ് ഞാനിവിടെ വരയ്ക്കാം.
അപ്പോൾ ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് -π/2 to π/2 മാത്രമാണ്. ഓക്കെ, -π/2 to π/2 അപ്പോൾ ശരിക്കും അത് സൈൻ എക്സിൻ്റെ ഗ്രാഫിൻ്റെ -π/2 മുതൽ π/2 വരെയുള്ള ഈ സൈൻ എക്സിൻ്റെ ഗ്രാഫിൻ്റെ ഇൻവേഴ്സ് ഫങ്ഷൻസ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക എന്ന് പറയാം. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ഏകദേശം ഇതിൻ്റെ ഒരു ഗ്രാഫാണ് നമുക്ക് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് കിട്ടുക. സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ്. ഇതുപോലെ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക. അത് -∞ മുതൽ ഇൻഫിനിറ്റി വരെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പോയിന്റ് -π/2 മുതൽ ഇത് π/2 വരെ ആയിരിക്കും. ഒരു സിംറ്റോട്ടാണ് ഇങ്ങനെ കിട്ടുക. അപ്പോൾ ഇതാണ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഡെറിവേറ്റീവ് കാണുമ്പോഴോ അല്ലെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ടോപ്പിക്കൊക്കെ നമ്മൾ ഇനി പഠിക്കാൻ പോകും. അപ്പോൾ അങ്ങനെയുള്ള സെക്ഷനിലേക്ക് പോകുമ്പോൾ ദീസ് ആർ ദി ഫങ്ഷൻസ് ദാറ്റ് വി കോമൺലി യൂസ്. ഓക്കെ, ഇത് മാത്രമാണ് എന്ന് അർത്ഥമില്ല. But in most of the cases, these functions or a combination of these functions are being used. അതുകൊണ്ട് തന്നെ ഈ ഫങ്ഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഗ്രാഫുകളും ഇതിൻ്റെ ഡെഫിനിഷൻസ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്, ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് ദീസ് ഫങ്ഷൻസ് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഡെറിവേറ്റീവ് ഓഫ് ഫങ്ഷൻസ്, derivative of functions. So we have f of x and its derivative, let me call that as f dash of x. Okay, അപ്പോൾ ജനറലി എക്സ് സ്ക്വയർ ഒക്കെ നിങ്ങൾക്ക് ജനറലി എക്സ് റേസ് ടു എൻ എന്ന് പറയാം. അപ്പോൾ എക്സ് റേസ് ടു എൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എൻ എക്സ് ടു ദി പവർ എൻ മൈനസ് 1 ആണ്. ഓക്കെ, അടുത്തത് 1/x ടു ദി പവർ എന്നിൻ്റെ ഡെറിവേറ്റീവ് ആണ്. 1/x ടു ദി പവർ എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ -n/x to the power n plus 1 ആണ്. ഓക്കെ, തേർഡ് വൺ √x, സ്ക്വയർ റൂട്ട് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ആയിരിക്കും. ദെൻ ഫോർത്ത് വൺ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഇ ടു ദി പവർ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ ടു ദി പവർ എക്സ് തന്നെ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ലോഗ് ഫംഗ്ഷൻ ആണ് ln of x, ഡെറിവേറ്റീവ് 1/x എന്നാണ് നമുക്ക് കിട്ടുക. അടുത്തത് സൈൻ എക്സ്, നമ്മൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ആണ് ഇനി വരിക. ഓക്കെ, അപ്പോൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. ദെൻ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ ഓഫ് എക്സ് ആണ്. Then cosecant of x in the derivative minus cosec x cotangent of x ആണ്. Then secant of x in the derivative secant of x tan x ആണ്. And cotangent of x in the derivative minus cosec square of x ആണ്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. അതായത് സിയിൽ തുടങ്ങുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ എല്ലാം ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയിരിക്കും. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, കൊസീക് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ്, കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക്കൻ സ്ക്വയർ ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് ഓർത്തിരിക്കാം. ഇതാണ് ഡെറിവേറ്റീവ്. അടുത്തത് ഇതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, 7th one f of x and its derivative f dash of x. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/√(1 - x²) ആണ്. ദെൻ കൊസൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വെച്ചാൽ ജസ്റ്റ് നെഗറ്റീവ് ഓഫ് ദിസ് ആയിരിക്കും, -1/√(1 - x² ആയിരിക്കും. ദെൻ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 + x² ആയിരിക്കും. ദെൻ കൊസീക് ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x times √(x² - 1) ആയിരിക്കും. ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്, -1/x into √(x² - 1). Then sec inverse of x into derivative is 1/x times √(x²
എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. ആൻഡ് കോടാൻജൻറ്റ് ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്. ഇൻവേഴ്സ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് തന്നെ സൈൻ ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, ഇത് രണ്ടെണ്ണത്തിൻ്റെ ഡെറിവേറ്റീവ് നിർബന്ധമായിട്ട് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും റിസൾട്ടുകളാണ് ഡെറിവേറ്റീവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ റിസൾട്ടുകളെല്ലാം തന്നെ തീർച്ചയായിട്ടും നമ്മൾ മെമ്മറിയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് മാത്രമായിരിക്കില്ല ഒരു പക്ഷേ നമ്മളൊരു എക്സാമിന് നമ്മുടെ പ്രോബ്ലത്തിൽ ഉണ്ടാവുക. അപ്പോൾ പലതരത്തിലുള്ള ഫംഗ്ഷൻസ് അത് മൾട്ടിപ്പിൾ ആയിട്ടും പ്രൊഡക്റ്റ് ആയിട്ടും ക്വഷ്യൻ്റ് ആയിട്ടും അതുപോലെ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ആയിട്ടും ഒക്കെ ചോദിക്കാം. അപ്പോൾ എന്താണ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ? അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ഹൗ ടു ഫൈൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് യൂസിങ് ചെയിൻ റൂൾ, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് വിചാരിക്കാം. അതുപോലെ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ സ്ഥാനത്തേക്ക് നമ്മൾ വേറെ ഒരു ഫംഗ്ഷൻ കൊണ്ട് പ്ലേസ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടുത്തെ ഈ എക്സ് നമുക്ക് മാറ്റിയിട്ട് ഈ എക്സിൻ്റെ സ്ഥാനത്തേക്ക് ജി ഓഫ് എക്സ് നമ്മൾ പ്ലേസ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഈ എക്സിൻ്റെ സ്ഥാനത്തേക്ക് ജി ഓഫ് എക്സ് നമ്മൾ പ്ലേസ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. സി, അപ്പോൾ ഈ എക്സ് മാറ്റിയിട്ട് ഇവിടെ നമ്മൾ ജി കൊണ്ട് വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് വേറൊരു തരത്തിലും ചെയ്യാൻ പറ്റും. ഓക്കെ, ഉദാഹരണത്തിന് ഇപ്പോൾ ഈ എക്സിൻ്റെ സ്ഥാനത്തേക്ക് ഈ എഫ് ഓഫ് എക്സ് വേണം നമുക്ക് കൊണ്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്ക് വേണം കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുന്ന ഫംഗ്ഷനാണ് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പറയാം ഇതൊരു ഫംഗ്ഷനാണ് എഫ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ, ബട്ട് ദിസ് ഈസ് നോട്ട് ജസ്റ്റ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ബട്ട് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ജി ഓഫ് എക്സ്, റൈറ്റ്? അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളാണ് നമ്മൾ എന്ത് വിളിക്കാം? ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്ന് നമ്മൾ വിളിക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്, അല്ലെങ്കിൽ ഈ കേസിൽ ഇത് y ഈസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ dy ബൈ ഡി എക്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണുക എന്നാണ് നമ്മൾ പറയാം. ഇതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഐഡിയ ഇതാണ്. ഈ ഔട്ട്സൈഡ് ഫംഗ്ഷൻ നോക്കുക. ഏതാണ് ഔട്ട്സൈഡ് ഫംഗ്ഷൻ? അപ്പോൾ ഇതിനകത്ത് എല്ലായ്പ്പോഴും നമുക്കൊരു ഇൻസൈഡ് ഫംഗ്ഷനും ഔട്ട്സൈഡ് ഫംഗ്ഷനും കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എക്സിൻ്റെ സ്ഥാനത്തേക്ക് ഏതാണോ നമ്മൾ കൊണ്ട് റീപ്ലേസ് ചെയ്യുക അതാണ് ഇൻസൈഡ് ഫംഗ്ഷൻ എന്ന് പറയുക. ഓക്കെ, ഏത് ഫംഗ്ഷനകത്തേക്കാണോ റീപ്ലേസ് ചെയ്യുക അതാണ് ഔട്ട്സൈഡ് ഫംഗ്ഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ വി യൂസ് ചെയിൻ റൂൾ. ഇപ്പോൾ ചെയിൻ റൂൾ എന്ന് പറയുന്നത് ഇതാണ്. ഈ രീതിയിലാണ് നമുക്ക് ഫംഗ്ഷൻ തന്നിരിക്കുന്നതെങ്കിൽ if y is equal to this one or y is equal to some g of f of x, അങ്ങനെയാണെങ്കിൽ then its derivative dy by dx is equal to f dash of, find the derivative of the outside function, okay, and write the inside part as it is, f dash of g of x times then find the derivative of g of x, g dash of x, ഇങ്ങനെ പറയാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കേസിൽ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കും. ഇനി സെക്കൻഡ് കേസാണ് നമുക്ക് പറയുന്നതെങ്കിൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഐഡിയ ഈസ് ദ സെയിം. വൈ ഡാഷ് ഇസ് ഈക്വൽ ടു ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഔട്ട്സൈഡ് ഫംഗ്ഷൻ ജി ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ്. പക്ഷെ അപ്പോൾ അകത്ത് നമ്മളൊന്നും ചെയ്യുന്നില്ല, ആ ഫംഗ്ഷൻ അങ്ങനെ തന്നെ എഴുതും. ആൻഡ് മൾട്ടിപ്ലൈ ദാറ്റ് വിത്ത് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഇൻസൈഡ് ഫംഗ്ഷൻ എഫ് ഡാഷ് ഓഫ് എക്സ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ റൂളിനെയാണ് നമ്മൾ എന്ത് പറയാം? ചെയിൻ റൂൾ എന്ന് നമ്മൾ പറയും. ഇതാണ് നമ്മുടെ ചെയിൻ റൂൾ. ഓക്കെ, അപ്പോൾ ഒരു ആക്ച്വൽ പ്രോബ്ലത്തിലേക്ക് നമുക്കിത് എങ്ങനെ കൊണ്ടുവരാമെന്ന് ആലോചിച്ചോ. ഉദാഹരണത്തിന് നമ്മളിങ്ങനെ ഒരു ഫംഗ്ഷൻ പറയുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാനൊരു 1-2 എക്സാമ്പിൾ എഴുതാം. ഇതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. y ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ ഓഫ് എക്സ് എന്ന് പറയുന്ന വേറൊരു ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഇപ്പോൾ 2 ഫംഗ്ഷൻ ഉണ്ട്. സൈൻ എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ആണ് എന്ന് എങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ വളരെ എളുപ്പമാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കുക. ഒന്ന് സൈൻ എക്സ് ആണ് അല്ലേ, ഒന്ന് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഈ സൈൻ എക്സിൻ്റെ ഓരോ ഫംഗ്ഷൻ്റെയും എക്സ് എഴുതുന്ന ഓരോ പൊസിഷനിലാണ്. ആ പൊസിഷൻ നമ്മൾ അറിയണം. ഇപ്പോൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനാണ് സൈൻ ഓഫ് എക്സ്, ഇവിടെ എഴുതുക. ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ് ഇ ടു ദി പവർ എക്സ്, മോഡിലാണ് എഴുതുക. എക്സ് സ്ക്വയർ ആണെങ്കിൽ എക്സ് ദ ഹോൾ സ്ക്വയർ, ഇങ്ങനെയാണ് എഴുതുക. അപ്പോൾ ഈ നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് ഫംഗ്ഷനകത്ത് ഈ എക്സിൻ്റെ പൊസിഷൻ ഓരോന്ന് എവിടെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, അപ്പോൾ ഓർമ്മയിൽ ഉണ്ടാവണം. അപ്പോൾ സൈൻ എക്സ് ആൻഡ് എക്സ് സ്ക്വയർ, എന്നിട്ട് ഈ എക്സിൻ്റെ സ്ഥാനത്തേക്ക് നമ്മൾ ഈ എക്സ് സ്ക്വയർ റീപ്ലേസ് ചെയ്യാം. ജസ്റ്റ് റീപ്ലേസ് ദിസ് എക്സ് ബൈ എക്സ് സ്ക്വയർ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? സൈൻ ഓഫ് എക്സ് സ്ക്വയർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഔട്ട്സൈഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് ഏത്?
സൈൻ എക്സ് ആണ്. കാരണം അതിൻ്റെ ഉള്ളിലുള്ള എക്സിലേക്കാണ് നമ്മൾ എക്സ് സ്ക്വയർ കൊണ്ട് വെച്ചിരിക്കുക. അപ്പോൾ ഇവിടെ ഔട്ട്സൈഡ് ഫംഗ്ഷൻ ഈസ് സൈൻ എക്സ് ആൻഡ് ദ ഇൻസൈഡ് ഫംഗ്ഷൻ ഈസ് എക്സ് സ്ക്വയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡെറിവേറ്റീവ് വൈ ഡാഷ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഔട്ട്സൈഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടുത്തെ ഔട്ട്സൈഡ് ഫംഗ്ഷൻ സൈൻ ആണ്, സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് ആണ്. അകത്തുള്ളത് എന്താണോ അത് അങ്ങനെ തന്നെ എഴുതണം അല്ലേ. എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് അങ്ങനെ തന്നെ എഴുതാനോ പറയാം. അപ്പോൾ സൈനിൻ്റെ ഡെറിവേറ്റീവ് കൊസൈൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് തന്നെ എഴുതാം. കൊസൈൻ ഓഫ് എക്സ് സ്ക്വയർ into or times the derivative of the inside function. Derivative of the inside function is just 2x. ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയാം. ഓക്കെ, ഇനി ഈ പ്രോബ്ലത്തിലേക്ക് നോക്കിയാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ നമുക്ക് സൈൻ എക്സും ഉണ്ട്, പിന്നെ ഏതാണുള്ളത്, പിന്നെ ഒന്ന് എക്സ് സ്ക്വയർ ആണുള്ളത്. അതായത് എന്താ സ്ക്വയർ വന്നതിനർത്ഥം എന്താ, ഇവിടെ ഈ എക്സിൻ്റെ സ്ഥാനത്തേക്ക് നമ്മൾ എന്ത് പ്ലേസ് ചെയ്തു, സൈൻ എക്സ് പ്ലേസ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ എക്സ് സ്ക്വയറിലുള്ള എക്സിൻ്റെ പൊസിഷനിലേക്ക് എന്ത് കൊണ്ട് വെച്ചു, ഈ സൈൻ എക്സ് കൊണ്ട് വെച്ചു. അപ്പോഴാണ് ഇത് സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ. സൈൻ എക്സ് ദ ഹോൾ സ്ക്വയറിനാണ് നമ്മൾ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ ഔട്ട്സൈഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ വെൻ യു ഫൈൻഡ് ദ ഡെറിവേറ്റീവ് വൈ ഡാഷ്, first you have to find the derivative of the outside function, and the outside function is x square. Therefore the derivative of that is 2 times അല്ലേ, x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 2x എന്നാണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് എഴുതരുത്, പകരം എന്ത് എഴുതണം, ഈ ഫംഗ്ഷൻ എഴുതണം. അപ്പോൾ 2 times സൈൻ ഓഫ് എക്സ് ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്. ഇനിയാണ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എഴുതേണ്ടത്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ സൈൻ സ്ക്വയർ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്, സിൻസ് ദ ഔട്ട്സൈഡ് ഫംഗ്ഷൻ ഈസ് എക്സ് സ്ക്വയർ, you find the derivative of that is 2 times sin of x times derivative of sin x is cos x. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഏത് പ്രോബ്ലം കിട്ടിയാലും നമുക്ക് ഈ ഇൻസൈഡ് ഔട്ട്സൈഡ് ഫംഗ്ഷൻസ് അറിയാമെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു ഒരു എക്സാമ്പിൾ ഒന്ന് എഴുതാം. ഇഫ് y is equal to e to the power sin of x square, ഇതാണെന്ന് വിചാരിക്കും. e to the power sin of x square, നമുക്ക് നമ്മുടെ ഉദ്ദേശിക്കുന്ന ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, വൈ ഡാഷ് കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നോക്കി, ഇവിടെ ഇ ആണ് ഏറ്റവും ആദ്യം വന്നിരിക്കുന്ന ഫംഗ്ഷൻ, ഇ ടു ദി പവർ എക്സ്. ഇതിനകത്തേക്ക് ഈ എക്സിൻ്റെ സ്ഥാനത്തേക്ക് സൈൻ ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, ഈ എക്സിൻ്റെ സ്ഥാനത്തേക്ക്. അതുകൊണ്ടും കഴിയുന്നില്ല. ഓക്കെ, ഈ സൈൻ എക്സും അല്ല, ഈ എക്സിൻ്റെ സ്ഥാനത്തേക്ക് എന്താ കൊടുത്തിരിക്കുക, എക്സ് സ്ക്വയർ കൊടുത്തിരിക്കുക. അപ്പോൾ ആക്ച്വലി ഇവിടെ 3 ഫംഗ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഒന്ന് ഇ ടു ദി പവർ എക്സ് ഉണ്ട്, പിന്നെ സൈൻ എക്സ് ഉണ്ട്, പിന്നെ എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഏറ്റവും ഔട്ട്സൈഡ് ഫംഗ്ഷൻ ഏതാണ്, ഇ ടു ദി പവർ എക്സ് ആണ്. അപ്പോൾ ഇ ടു ദി പവർ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ ടു ദി പവർ എക്സ് തന്നെയാണ്. അപ്പോൾ ഇ ടു ദി പവർ മുകളിൽ എന്താണോ ഉള്ളത് അത് അങ്ങനെ തന്നെ എഴുതണം, സൈൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് എഴുതണം. ഇൻടു, ഇനി തൊട്ട് ഉള്ളിലുള്ള ഫംഗ്ഷൻ നോക്കുക, സൈൻ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ സൈൻ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടു, കൊസൈൻ ഓഫ് എക്സ് ആണ് അല്ലേ, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. പക്ഷേ ഇവിടെ എക്സ് അല്ല, എക്സ് സ്ക്വയർ ആണുള്ളത്, കൊസൈൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് എഴുതണം. ഇൻടു നൗ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2x ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഒരു ഐഡിയ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ചെയിൻ റൂൾ എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ആക്ച്വലി യു ആർ സപ്പോസ് ടു ഫൈൻഡ് ദ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഫംഗ്ഷൻസ്. ഫസ്റ്റ് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഔട്ട്സൈഡ് ഫംഗ്ഷൻ. അപ്പോൾ അകത്തെ വേരിയബിൾസ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട, ആൻഡ് മൾട്ടിപ്ലൈ ദാറ്റ് വിത്ത് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഇൻസൈഡ് ഫംഗ്ഷൻ. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയിൻ റൂൾ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അവസാനം ഞാൻ കുറച്ച് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ലാസ്റ്റ് വരാം. Okay, so this is all about function of a function and chain rule. Now product rule. Product rule എന്ന് വെച്ചാൽ we need to find the derivative of a product f of x times g of x. പ്രൊഡക്റ്റും ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ കൂടെ മാറിപ്പോരുത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഇൻടു അനദർ ഫംഗ്ഷൻ ആണ്. മറ്റേത് അങ്ങനെയല്ല, ഒരു ഫംഗ്ഷനകത്ത് എക്സിൻ്റെ സ്ഥാനത്തേക്ക് വേറൊരു ഫംഗ്ഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യാണ് ചെയ്യുക. ആൻഡ് ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രൊഡക്റ്റ് ആൻഡ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ. അപ്പോൾ ഇതൊരു പ്രൊഡക്റ്റ് ആണ്, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ് ഇസ് ജി ഡാഷ് ഓഫ് എക്സ് പ്ലസ് ദെൻ സെക്കൻഡ് ഫംഗ്ഷൻ ജി ഓഫ് എക്സ് ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്കിത് ഇങ്ങനെയും പറയാം, ഫസ്റ്റ് ഇൻടു derivative of second plus second into derivative of first. ഇനി നമുക്ക് പറയാം. Okay, for example
if we find okay, let y is equal to some x square cos 2x ആണെന്ന് വിചാരിക്കും, x square cos 2x. സോ ഫസ്റ്റ് ഐഡന്റിഫൈ ഇതൊരു പ്രൊഡക്റ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. കാരണം എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും അതിനെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് ഏത് കൊസൈൻ ഓഫ് 2x എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഈ കൊസൈൻ ഓഫ് 2x എന്ന് പറയുന്നത് വെറും സിംഗിൾ ഫംഗ്ഷൻ അല്ല, ഇത് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ആണ്. കാരണം കോസ് എക്സിന്റെ സ്ഥാനത്തേക്ക് 2x എന്ന് പറയുന്ന വേറൊരു ഫംഗ്ഷൻ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, റൈറ്റ്. അപ്പോൾ ഇത് ഈ കോസ് 2x ഈസ് എ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഈ y ഡാഷ് നമ്മൾ കണ്ടുപിടിക്കാൻ, ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഫംഗ്ഷൻ ടൈംസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് 2x. ഡെറിവേറ്റീവ് ഓഫ് കോസ് 2x എന്ന് വെച്ചാൽ മൈനസ് സൈൻ 2x. ഇത് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം, കാരണം ഇത് വെറും എക്സ് അല്ല 2x ഉണ്ട്. അപ്പോൾ മൈനസ് സൈൻ 2x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2x. ഈ 2x ഡെറിവേറ്റീവ് എഴുതണം ഇൻറ്റു 2 പ്ലസ് ദെൻ കൊസൈൻ ഓഫ് 2x ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x. ഇങ്ങനെ എഴുതാം. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മൈനസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള മൈനസ് ആണ്. സോ ആക്ച്വലി ദിസ് മൈനസ് കംസ് ഔട്ട്. സോ വിൽ ഗെറ്റ് നെഗറ്റീവ് 2x സ്ക്വയർ സൈൻ ഓഫ് 2x പ്ലസ് 2x ടൈംസ് കൊസൈൻ ഓഫ് 2x എഴുതാൻ പറ്റും. ഇതാണ് ഈ നമ്മൾ പ്രൊഡക്റ്റുകൾ ഇങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് കോഷ്യൻ റൂൾ. Quotient rule of differentiation. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എ ക്വോഷ്യന്റ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫോർമുല ഇതാണ്. ഫസ്റ്റ് ഡിനോമിനേറ്റർ ജി ഓഫ് എക്സ് എഴുതുക. ജി ഓഫ് എക്സ് ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇതാണ് ക്വോഷ്യന്റ് റൂൾ. ഓക്കെ, ഇത് വേറെ തരത്തിൽ പറഞ്ഞാൽ ഡിനോമിനേറ്റർ ടൈംസ് ഓക്കെ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ദ ഹോൾ സ്ക്വയർ. ഓർത്തിരിക്കാൻ ഒരു പക്ഷേ ഇതായിരിക്കും എളുപ്പം. ആദ്യം ഡിനോമിനേറ്റർ സ്റ്റാർട്ട് ചെയ്യുക. ഡിനോമിനേറ്റർ ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ ദ ഹോൾ സ്ക്വയർ. ഇതാണ് ക്വസ്റ്റ്യൻ റൂൾ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇഫ് y is equal to okay sin of e to the power x by x plus square root of x. ഇതാണ് പ്രോബ്ലം എന്ന്. ഓക്കെ, ഇവിടെ y ഡാഷ് കണ്ടുപിടിക്കണം. എന്താണ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. തീർച്ചയായിട്ടും ഇതിപ്പോൾ ഒരു ഫ്രാക്ഷൻ ആണ് അല്ലേ, ന്യൂമറേറ്റർ ഉണ്ട് ഡിനോമിനേറ്റർ ഉണ്ട്. സോ യൂസിങ് ദിസ് ഡെഫിനിഷൻ ഫസ്റ്റ് വി റൈറ്റ് ദ ഡിനോമിനേറ്റർ and denominator is x plus square root of x times derivative of numerator. അപ്പോൾ സൈൻ ഓഫ് ഇ ടു ദി പവർ എക്സ്. സി ഇതൊരു സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ അല്ലാന്ന് കാണുമ്പോൾ തന്നെ അറിയാം. കാരണം സൈൻ ഓഫ് എക്സിന്റെ സ്ഥാനത്തേക്ക് ഏത് വന്നിരിക്കുകയാണ്, ഇ ടു ദി പവർ എക്സിനെ കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷനാണ് അല്ലേ. ഇവിടെ നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം, ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ പുറത്തുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആദ്യം എടുക്കണം അല്ലേ. അപ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഓഫ് ഇ ടു ദി പവർ എക്സ് ആണ്. അപ്പോൾ കൊസൈൻ ഓഫ് പിന്നെ ഡെറിവേറ്റീവ് കൊസൈൻ ഓഫ് ഉള്ളിലുള്ള ഫംഗ്ഷൻ അങ്ങനെ തന്നെ എഴുതണം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ ടു ദി പവർ എക്സ് ഇസ് ഇ ടു ദി പവർ എക്സ് എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞു അല്ലേ. മൈനസ് നൗ ന്യൂമറേറ്റർ ഇൻറ്റു സൈൻ ഓഫ് ഇ ടു ദി പവർ എക്സ് ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് എക്സ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ് പ്ലസ് റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ്. ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ്. ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻ പാർട്ടിലേക്കൊന്നും ഞാൻ ഇപ്പോൾ തൽക്കാലം പോകുന്നില്ല. ഇതിൻ്റെ കോൺസെപ്റ്റ് അറിഞ്ഞാൽ മതി. എങ്ങനെയാണ് നമ്മൾ ഒരു ക്വോഷ്യൻ്റ്. ആക്ച്വലി ദിസ് വൺ ഈസ് എ മിക്സ്ചർ ഓഫ് ക്വോഷ്യൻ റൂൾ ആൻഡ് ചെയിൻ റൂൾ. കാരണം ന്യൂമറേറ്ററിലുള്ള ടേം എന്ന് പറയുന്നത് എന്താണ്, ഒരു ചെയിൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ദ ഹോൾ സ്ക്വയർ. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ, ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. Second one, if y is equal to x tan x by
tan inverse of ln of x. See, ഇതാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ എല്ലാം വരുന്നൊരു പ്രോബ്ലമാണ്. See, this question contains a quotient x tan x, it's a product. Tan inverse of x അല്ല, പകരം tan inverse of ln of x ആണ്, ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ. അപ്പോൾ ഇതെല്ലാം കൂടി വരുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ dy by dx is equal to ഫസ്റ്റ് ഡിനോമിനേറ്റർ ഇൻറ്റു tan inverse of ln of x, denominator into derivative of numerator x tan x minus numerator into x tan x times derivative of tan inverse of ln of x all divided by tan inverse of ln of x the whole square. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഇനിയിപ്പോൾ ഇതാണ് ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുക. ഇനി ഇതിനകത്ത് ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് ln ഓഫ് എക്സ് നമ്മൾ അങ്ങനെ തന്നെ എഴുതി. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ടാൻ എക്സ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ടാൻ എക്സ് നമ്മൾ കണ്ടുപിടിക്കണം. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് ln ഓഫ് എക്സ് ടൈംസ് എക്സ് ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ ഇവിടെ പ്രൊഡക്റ്റുകൾ അപ്ലൈ ചെയ്യേണ്ടി വരും. എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് അല്ലേ, എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ്, അത് sec square x ആണ്, പ്ലസ് പ്രൊഡക്റ്റുകളാണ് ടാൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഈസ് 1. അപ്പോൾ നമ്മൾ ഇത്രയും പോർഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. ഈ പോർഷൻ കംപ്ലീറ്റ് ചെയ്യും. മൈനസ് എക്സ് ടാൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് ln ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ ഈ എക്സ് ടാൻ എക്സ് പ്രോഡക്റ്റ് റൂൾ ആയിരുന്നു. ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യും. ടാൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ, എക്സിൻ്റെ സ്ഥാനത്ത് നമുക്കുള്ളത് ലോഗ് എക്സ് ആണ്. 1/1 പ്ലസ് എക്സ് സ്ക്വയർ ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് ln ഓഫ് എക്സ് ഇസ് ജസ്റ്റ് 1/x. ഓക്കെ, ഇങ്ങനെ കിട്ടും. ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ടാൻ ഇൻവേഴ്സ് ഓഫ് ln of x the whole square. This is what you will get. Okay, അപ്പോൾ ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. This question contains a quotient, product and a chain rule. ഓക്കെ, അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ റൂൾ അപ്ലൈ ചെയ്യാം. അതിനകത്ത് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ റൂൾ അപ്ലൈ ചെയ്യാം. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഓക്കെ, നൗ ഓക്കെ, ഐ വിൽ റൈറ്റ് certain questions here. Let's see. ഇതൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത, ഈ ക്വസ്റ്റ്യൻ ഒരിക്കലും y ഈസ് ഈക്വൽ ടു എന്ന രീതിയിലല്ല നമുക്ക് തന്നിരിക്കുന്നത്. y ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നല്ല തന്നിരിക്കുക. പകരം എക്സും വൈയും മിക്സ് ചെയ്ത് തന്നിരിക്കുക. എക്സ് ടൈംസ് വൈ ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് വൈ പ്ലസ് ഇ ടു ദി പവർ വൈ ബൈ എക്സ്, ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിങ്ങനെ ആണെങ്കിൽ ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ. ഈ y എന്ന് പറയുന്നത് ആക്ച്വലി എക്സിലുള്ള ഒരു ഫംഗ്ഷൻ തന്നെയായിട്ട് വിചാരിക്കാം. അപ്പോൾ എക്സ് വൈ എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് കണക്കാക്കുക. അപ്പോൾ ഇത് ആക്ച്വലി ഇവിടെ നമ്മൾ പ്രൊഡക്റ്റുകൾ അപ്ലൈ ചെയ്യേണ്ട വരും. സൈൻ ഓഫ് വൈ, എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എക്സിൻ്റെ വേറെ ഫംഗ്ഷൻ കൊണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇവിടെ ഇ ടു ദി പവർ വൈ ബൈ എക്സ്, വീണ്ടും ചെയിൻ റൂൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ y എന്ന് പറയുന്നത് എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ആണ് എന്ന് തന്നെ വിചാരിച്ചിട്ട് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ വിചാരിച്ചാൽ മതി. ഓക്കെ, ആൻഡ് അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. നമ്മൾ എക്സ് കൊണ്ട് ഇതിനെ ഡെറിവേറ്റീവ് കാണാമെന്ന് വിചാരിക്കും. ഫസ്റ്റ് എക്സ് ഇൻറ്റു വൈ ആണ്. വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഫ്, ഓൾവേസ് റിമെമ്പർ ദിസ് തിങ്, വൈ ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. വൈക്കകത്ത് എപ്പോഴും എക്സ് ഉണ്ട്. അപ്പോൾ എക്സ് വൈ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പ്രൊഡക്റ്റുകൾ അപ്ലൈ ചെയ്യണം. സോ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ എന്ന് പറയുന്നതാണ്. അപ്പോൾ വൈ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് വൈ എന്ന് പറയുന്നത് എവിടെയെങ്കിലും എടുക്കേണ്ടി വന്നാൽ അപ്പോൾ നമ്മൾ ചെയ്യുക ഡി വൈ ബൈ ഡി എക്സ് എഴുതാൻ, പ്ലസ് പ്രൊഡക്റ്റുകളാണ്. സോ വൈ ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഈസ് 1 ഇസ് ഈക്വൽ ടു സൈൻ. അപ്പോൾ ഇത് ചെയിൻ റൂളാണ്. സൈൻ ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് വൈ ആണ്. അപ്പോൾ സൈൻ്റെ ഡെറിവേറ്റീവ് കൊസൈൻ ഓഫ് വൈ ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് വൈ. ഡെറിവേറ്റീവ് ഓഫ് വൈ ആണ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ഇ ടു ദി പവർ, ഇ ടു ദി പവറിൻ്റെ ഡെറിവേറ്റീവ് ഇ ടു ദി പവർ തന്നെയാണ്, ഇ ടു ദി പവർ വൈ ബൈ എക്സ് ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് വൈ ബൈ എക്സ്, ഡെറിവേറ്റീവ് ഓഫ് വൈ ബൈ എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു, അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണം. സോ കൊസൈൻ ഓഫ് വൈ ടൈംസ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ്
e to the power y by x times. അപ്പോൾ ഇത് y by x ആണ്. അപ്പോൾ അത് ക്വസ്റ്റ്യൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. സോ x into derivative of y is dy by dx minus numerator y into derivative of denominator divided by denominator the whole square. ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് dy by dx കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇതിനെ റീഅറേഞ്ച് ചെയ്ത് dy by dx ഉള്ള ടൈം എല്ലാം ഒരു സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയെല്ലാം മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾക്ക് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ചെയ്യാൻ പോകുന്ന ആദ്യം ഈ എക്സ്പ്രഷനെ ഫുൾ എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് എക്സ് ക്യൂബ് dy by dx പ്ലസ് എക്സ് സ്ക്വയർ വൈ is equal to x square cos y dy by dx. ഈ എക്സ് സ്ക്വയർ ക്യാൻസൽ ആയി പോയിക്കോളും. ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്താൽ x e to the power y by x dy by dx മൈനസ് y e to the power y by x എന്നാണ് കിട്ടുക. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്ത് dy by dx ഉള്ള ടേമുകൾ മാത്രം ലെഫ്റ്റ് സൈഡിൽ നിർത്തുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ കോഎഫിഷ്യൻസ് എല്ലാം കൂടി ഒന്ന് എഴുതാം. dy by dx ഇൻറ്റു ഇവിടെ ഒരു എക്സ് ക്യൂബ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. എക്സ് ക്യൂബ് dy by dx x cube dy by dx is the first term. Then dy by dx വരുന്ന ടൈം പിന്നെ ഇതാണുള്ളത് x square cos y dy by dx, x square cos y dy by dx. അപ്പോൾ ഇത് റൈറ്റ് സൈഡിലായിരുന്നു, അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ടേം നെഗറ്റീവ് ആവും. അപ്പോൾ ഇവിടെ പ്ലസ് അല്ല, പകരം ഇവിടെ നമുക്ക് വേണ്ടത് മൈനസ് ആണ്. മൈനസ് എക്സ് സ്ക്വയർ കോസ് വൈ dy by dx. ഓക്കെ, ആൻഡ് ദിസ് ടൈം ഓൾസോ കണ്ടെയ്ൻസ് dy by dx, അതും ലെഫ്റ്റ് സൈഡിലേക്ക് വരേണ്ടതാണ്. അപ്പോൾ എക്സ് ഇ ടു ദി പവർ വൈ ബൈ എക്സ് മൈനസ് എക്സ് ഇ ടു ദി പവർ വൈ ബൈ എക്സ് dy by dx is equal to, ഇനിയിപ്പോൾ dy by dx ഇല്ലാത്ത ടേമുകളൊക്കെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. ആൻഡ് വി ഹാവ് എക്സ് സ്ക്വയർ വൈ ഹിയർ, എക്സ് സ്ക്വയർ വൈ അത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ നെഗറ്റീവ് ആവും. ഈ എക്സ് സ്ക്വയർ വൈ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ നെഗറ്റീവ് ആവും. ആൻഡ് ദർ ഈസ് എ ടൈം നെഗറ്റീവ് വൈ ഇ ടു ദി പവർ വൈ ബൈ എക്സ്, നെഗറ്റീവ് വൈ ഇ ടു ദി പവർ വൈ ബൈ എക്സ് ഇങ്ങനെ നമുക്ക് എഴുതാം. ഇനിയിപ്പോൾ ഈ ആദ്യത്തെ മൂന്ന് ടൈമിലും dy by dx കോമൺ ആണ്, അത് നമ്മൾ ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ dy by dx ടൈംസ് എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ കോസ് വൈ മൈനസ് എക്സ് is equal to minus x square y minus y e to the power y by x. And finally dy by dx is equal to minus x square y minus y e to the power y by x divided by this x cube minus x square cos y minus x. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് dy by dx എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ കിട്ടുന്നതും എക്സിൽ മാത്രമായിരിക്കില്ല, ഓപ്ഷനകത്തേക്ക് എന്തും ഉണ്ടാവും, y ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറൻസിയേഷൻ നമ്മൾ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ എന്നാണ് പറയുന്നത്. ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ, അതായത് ഒരിക്കലും y ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിട്ടില്ല, പകരം എ മിക്സ്ചർ ഓഫ് എക്സ് ആൻഡ് വൈ തന്നിട്ടുണ്ടാവും. അതിൽ നിന്നും നമ്മൾ എന്ത് കണ്ടുപിടിക്കും, dy by dx കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഈ പ്രോബ്ലം. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ടൈപ്പിലുമുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു വർക്ക്ഷീറ്റാണിത്. ഒരു 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും അത് ഏത് തരത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്, ഈസ് ഇറ്റ് ജസ്റ്റ് എ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ആണോ നോക്കണം, ഓർ ഈസ് ഇറ്റ് എ പ്രൊഡക്റ്റ്, അതുപോലെ പ്രോഡക്റ്റ് മാത്രമാണോ, പ്രോഡക്റ്റ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ആണോ, കോഷ്യൻ്റ് വരുന്നുണ്ടോ, എല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ട് ആദ്യം ചെയ്യേണ്ടത് കോഷ്യൻ്റ് റൂൾ ആണെങ്കിൽ കോഷ്യൻ്റ് റൂൾ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ബാക്കി പിന്നെ വരുന്ന സാഹചര്യത്തിനനുസരിച്ച് ചിലപ്പോൾ പ്രൊഡക്റ്റ് റൂൾ ആയിരിക്കും, ചിലപ്പോൾ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻസ്. ടോട്ടൽ ദർ ആർ 8 ക്വസ്റ്റ്യൻസ്. 7ഉം 8ഉം ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ ആണ്, അതായത് y ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടില്ല, y എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ മാത്രമേ തന്നുള്ളൂ. അപ്പോൾ ഈ ഈ ഇക്വേഷന് ജസ്റ്റ് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദിസ് വൺ. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടിട്ട് dy by dx കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ 8 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ മൊഡ്യൂൾ അല്ലെങ്കിൽ ഈ സെഷൻ നിങ്ങൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും ബേസിക് ഡിഫറൻസിയേഷൻ്റെ എല്ലാ കോൺസെപ്റ്റുകളും നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഉണ്ടാവണം. ഓക്കെ, പ്രധാനപ്പെട്ട റിസൾട്ടുകളൊക്കെ ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ, ആൻഡ് with that I think we can wind up the session. Okay, thank you.